Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ് സ്നേഹം എന്നുള്ളത്. Love is one of the most important things in our lives. God's love never fails. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും തോൽക്കുന്നില്ല. ദൈവസ്നേഹം ഒരിക്കലും തോക്കുന്നില്ല. ദൈവസ്നേഹം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. The love of God never fails or does not fall. നാം ദൈവസ്നേഹത്തിൽ നിറയപ്പെടുമ്പോൾ When we are filled with the love of God, നമ്മുടെ എല്ലാ പരാജയങ്ങളും ഓടി മറയുവാനിടയായിത്തീരും. all our failures they go and are hidden. സങ്കീർത്തനം 52:8 പഠിക്കുമ്പോൾ Psalms 52 verse 8 says, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷം പോലെ ആകുന്നു. I am like an olive tree that blossoms in the temple of God. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. I trust in the mercy of God forever. ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ആകുന്നു. I am like the tree that blossoms in the house of God. എന്തുകൊണ്ടാണ് തഴച്ചിരിക്കുന്ന ഒരു വൃക്ഷം പോലെ ആകുന്നു എന്ന് പറയാൻ കാരണം? What is the reason for saying that he is like a tree that blossoms in the house of God? തനിക്ക് ദൈവത്തോടുള്ള സ്നേഹം വലുതായിരുന്നു. It is because his love for God is great. അവസാനത്തോളം ഉറച്ചു നിൽക്കുന്ന സ്നേഹം ആണ് നമുക്ക് വേണ്ടിയത്. We need love that stands forever. ആ സ്നേഹമാണ് കണക്കുകൂട്ടലുകൾ ഇല്ലാത്ത സ്നേഹം. This is love that does not have any calculations. നമ്മൾ ഒരാളിനെ സ്നേഹിക്കുമ്പോൾ എന്തെങ്കിലും പ്രയോജനത്തിന് വേണ്ടി സ്നേഹിക്കുന്നു. Sometimes we love because we have some things that we need from them. എന്നാൽ യേശു യോഗ്യത നോക്കിയല്ല സ്നേഹിക്കുന്നത്. Jesus does not love based on our qualifications. യേശു നമ്മെ സ്നേഹിച്ചത് തന്റെ ജീവൻ കൊടുത്താണ്. Jesus loved us by giving his life for us. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആ സ്നേഹം നിലനിൽക്കണം. That love should be steadfast in our lives. യേശുക്രിസ്തുവിന്റെ ആ സ്നേഹമാണ് ക്ഷമിക്കുന്ന സ്നേഹം, മറക്കുന്ന സ്നേഹം, കരുതുന്ന സ്നേഹം. ഈ സ്നേഹം അവസാനത്തോളം നമുക്ക് വേണം. The love of Christ is such that forgives, it forgets, it cares for us, and that is the love we need toward the end of our life. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. We should not rejoice in injustice, we should rejoice in truth. എല്ലാം പൊറുക്കുന്നു. It forgives everything. എല്ലാം വിശ്വസിക്കുന്നു. It believes everything. എല്ലാം പ്രത്യാശിക്കുന്നു. It hopes for everything. എല്ലാം സഹിക്കുന്നു. It forbears. ഇത് സ്നേഹത്തിന്റെ ഒരു സിംബലാണ്. It is the symbol of love. ആമേൻ. ഇതെല്ലാം നമുക്ക് വേണ്ടിയത് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ആപ്ലിക്കബിൾ ആയി മാറും. Where all of these things become applicable when we come into the love of Christ. ഉപാധികളോടുകൂടിയുള്ള സ്നേഹമാണെങ്കിൽ പിന്നെ അത് ഭയത്തിലേക്കും അകൽച്ചയിലേക്കും പോകുവാനിടയാകും. When you love for some reasons, it goes into distance and goes into fear. റിയൽ ആയിട്ടുള്ള സ്നേഹമാണെങ്കിൽ ഭയമെല്ലാം ഓടി മറയും. True love, when you love truly, the fear goes away. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ When you love Christ, നിങ്ങളുടെ ഭയം ഓടി മറയും. your fear goes away. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ When you love Christ, നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുന്നു. your hope increases. ഇന്ന് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. Let me remind you one thing today. ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ദിയ എന്ന് പറയുന്ന ഒരു സിസ്റ്ററുടെ മേൽ ദൈവം ഒരു വലിയ വിടുതൽ കൽപ്പിക്കാൻ പോകും. Let me tell you, someone who is watching this video right now, a lady named Dia, the Spirit of the Lord is dealing with you right now. ആ ദിയ എന്നുള്ള പേരിന്റെ കൂടെ ആൻ എന്നൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു. God is showing me the name Anne along with the name Dia. ആമേൻ. നിന്റെ ജീവിതത്തിൽ മെയ് മാസം ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. The month of May is a great turning point for you in your life. അടുത്ത മെയ്യിലേക്ക് ആമേൻ വരുമ്പോൾ ജീവിതം മുഴുവൻ ഒരു വലിയ ടേണിംഗിൽ വരും. The next May, when it comes into your life, it will be a great turning point for you. 2022 നീ വലിയൊരു കമ്മിറ്റ്മെന്റിലേക്ക് വന്നിരിക്കുന്നു. 2022, you came into a great commitment. ആ കമ്മിറ്റ്മെന്റിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകും.
And through that commitment, the Lord is going to transform your life. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കട്ടെ. Have faith in the love of Christ. നിന്റെ ജേർണി വർദ്ധിക്കാൻ പോകും. Your journeys are going to നിന്റെ increase. ജീവിതം മുഴുവൻ കർത്താവ് മാറ്റിമറിക്കാൻ പോകും. Your life is going to be transformed by Christ. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ സ്നേഹം സ്ഥിരതയിൽ മുന്നോട്ട് പോകട്ടെ. സ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. All those who are listening to me today, let your love be steadfast. Do not waver in love. നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക. Love your family. നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക. Love your brothers. നിങ്ങളുടെ ഭാര്യയെ, ഭർത്താവിനെ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക. Love your husband, your wife, and your children. നിങ്ങൾ റിയലായിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ, If you love Christ truly, ഈ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്ക് നിങ്ങളെ അകറ്റാൻ പറ്റില്ല. nothing can separate you from this love. നിങ്ങളുടെ ഫാമിലി എല്ലാം സക്സസ് ആകും. Your family will be successful. എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും മറ്റു പലതിനെയും കൂടുതൽ സ്നേഹിക്കുന്നു? In Christian life, why do we love other things so much? അതുകൊണ്ട് നമ്മുടെ ലൈഫ് എല്ലാം തകർച്ചയിലെത്തും. It leads our life into brokenness. ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിച്ചാൽ If you love Christ more, തകർച്ചയിൽ നിന്ന് വലിയൊരു വിടുതൽ നമുക്ക് ലഭിക്കും. in that brokenness we will have deliverance. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Let me pray for you. ഇന്നു മുതൽ ക്രിസ്തുവിനെ ജീവൻ കൊടുത്ത് സ്നേഹിക്കുക. From today onwards, let us lay down our lives to love Him. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. Let us love Him the way Jesus loved us. ഞങ്ങളുടെ കർത്താവേ, Our Father, ഈ വന്ന ജനത്തിനായി പ്രാർത്ഥിക്കുക. I pray for these people. അങ്ങയുടെ കരം നീട്ടണമേ. Let your hand be stretched out towards them. അങ്ങൊരു മിറക്കിൾ ചെയ്യണമേ. Do a miracle for them. യേശുവിൻ നാമത്തിൽ In the name of Jesus, ഈ വചനം കേൾക്കുന്ന എല്ലാവരിലും സ്നേഹത്തിന്റെ വലിയ കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. let there be an overflow of love in all those who are listening to this message. സ്നേഹം നഷ്ടപ്പെട്ടവർ അത് വീണ്ടെടുക്കട്ടെ. Let all those who lost love recover it. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. Amen. Amen. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I love you. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. Amen. Amen.